സോ വാട്സപ്പ് ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഫുൾ ഫിറ്റ്നസ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് സെഷൻ കാണിക്കുന്ന ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മൾ ബാക്കും ബൈസും ആണ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ പ്രീ വർക്കൗട്ട് എടുക്കാം. പ്രീ വർക്കൗട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ ഇരിക്കുന്നത്. സോ കാണോ, കുറച്ച് നല്ലപോലെ വെന്ത് പോയി, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ തന്നെ ചെയ്തത് കൊണ്ട് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഞാൻ തന്നെ കഴിക്കും. നമുക്ക് എനർജി കിട്ടിയാൽ മതിയല്ലോ. ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനർജി കിട്ടുക, അതാണ് സാധനം. ഓൾ ഗുഡ്. നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ റെഡിയാണ്. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ ചൂടാക്കിയ വെള്ളം, പച്ചവെള്ളം ചൂടാക്കിയത്, ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ജിമ്മിലോട്ട് പോയി ബാക്ക് ആൻഡ് ബൈസ് സെഷൻ നമുക്ക് പൊട്ടിക്കാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയില് റീൽസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാറാണ് പതിവ്. കുറേ ദിവസമായിട്ട് ആലോചിക്കുന്ന ഒരു ഫുൾ വർക്കൗട്ട് സെഷൻ, ഏതെങ്കിലും ഒരു വർക്കൗട്ട് സെഷൻ ഇട്ട് തുടങ്ങണം. ചുമ്മാ ഇഷ്ടമാണ്, കോണ്ടന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. മൈക്കൊക്കെ മേടിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം അടുപ്പിച്ചായി, അല്ലെങ്കിൽ 1.5 മാസമായി. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ജിമ്മിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. ഇനി നമുക്ക് ജിമ്മിൽ പോയിട്ട് കാണാം. യെസ്, നമ്മളങ്ങനെ ജിമ്മിലെത്തി. ഇനി നമുക്ക് ജിമ്മിനുള്ളിനകത്ത് പോവാം. ഫേസ് ചെയ്ത് കറക്റ്റ് ആക്കണം. യെസ്, ഓക്കെ. എന്നിട്ട് നമ്മുടെ ഡോർ തുറക്കും. സോ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഷോൾഡറൊക്കെ നല്ലപോലെ റൊട്ടേഷൻ ചെയ്തു. എല്ലാവർക്കും വാമപ്പ് ചെയ്യാനാണ് ആക്ച്വലി മടി. നല്ലപോലെ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക. റിവേഴ്സും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇഞ്ചറീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം. നല്ലപോലെ റിസ്റ്റൊക്കെ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് ഭയങ്കര വലിയ ഫാൻസി വർക്കൗട്ട്സ് ഒന്നുമില്ല, ഒരു ബിഗിനർ ലെവൽ വർക്കൗട്ട്സ് തന്നെ. പക്ഷെ അത് തന്നെ നമ്മൾ നല്ലപോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് പോയാണ് നമ്മൾ നല്ലപോലെ നമ്മളൊരു പ്രോഗ്രസ് കണ്ടെത്തുന്നത്. ഫാൻസി വർക്കൗട്ട് നല്ലതല്ല എന്നല്ല പറയണം. ഫാൻസി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. പക്ഷേ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബിഗിനർ ലെവൽ നോർമൽ വർക്കൗട്ട്സ്. ലൈക്ക് ഇപ്പോൾ ബാക്ക് ആണെങ്കിൽ ലാറ്റ് പുൾ ഡൗൺസ്, വാമപ്പിന് പുള്ളപ്പ്, ബെൻഡ് ഓവർ റോ, സീറ്റഡ് റോ. പക്ഷേ സെയിം ഓരോ വീക്കിലും പ്രോഗ്രസ് നോക്കി ലൈക്ക് പ്രോഗ്രസ് ചെയ്ത് പോകും. വെയിറ്റ് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കൂടുതലും ലൈക്ക് 8 to 12 റെപ്സ് ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. 8 to 12 റെപ്സിൽ ഫെയിലർ ആവുന്ന രീതിക്കുള്ള വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യാറാണ് പതിവ്. മുമ്പ് ഞാൻ 4 സെറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ലൈക്ക് ഒരു ബാക്കിന് ഒരു 5 വർക്കൗട്ട് 4 വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിൽ 2 വർക്കൗട്ട് മാത്രം 4 സെറ്റ് ചെയ്യും. സോ നമുക്ക് വാമപ്പ് ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് അല്ല, വാമപ്പായിട്ട് നമുക്ക് പുള്ളപ്പ് സ്റ്റാർട്ട് ചെയ്യാം. 3 സെറ്റ് പുള്ളപ്പ്. ബാ, സ്ലോ ആയിട്ട് ടെമ്പോ ഫോക്കസ് ചെയ്ത് ഇറക്കുക. നെഗറ്റീവ് പോർഷന് ടെമ്പോ ഫോക്കസ് ചെയ്ത് ഇറക്കുക. സ്ലോ ആയിട്ട് നമ്മുടെ ടെൻഷൻ കൺട്രോൾ ചെയ്ത് ചെയ്യണം. നെഗറ്റീവ് പോർഷൻ എപ്പോഴും സ്ലോ ആയിട്ട് ഇറക്കാൻ നോക്കുക. നമ്മുടെ വർക്കൗട്ട് മാക്സിമം ടെമ്പോ ആൻഡ് ടെൻഷൻ ഫോക്കസ് ചെയ്തായിരിക്കും. ഈ ലൈക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നേൽ ഉച്ചയ്ക്കെല്ലാം വരണം, അല്ലെങ്കിൽ രാവിലെ വരണം. നല്ലപോലെ ക്രൗഡുണ്ട്, നല്ലൊരു സ്പേസ് ഒന്നും കിട്ടുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. കുഴപ്പമില്ല, തുടങ്ങിയല്ലേ തീർക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വാമപ്പ് പുള്ളപ്പ് ഇനി 2 സെറ്റും കൂടെ ഉണ്ട്. അതും ഫെയിലറാണ്. മാക്സിമം
50 അധികം നോക്കും, ഇല്ലെങ്കിൽ ഫെയിലർ ആവുന്ന അവിടെ നിന്ന് ഇനി 2 സെറ്റും കൂടെ ചെയ്യുന്നുണ്ട്. 4 6 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ബാർബൽ ബെൻഡ് ഓവർ റോ ആണ്. സ്മിത്തിലും ചെയ്യാം, അല്ലാതെ മാനുവലും ചെയ്യാം. ഞാൻ കൂടുതൽ മാനുവലാണ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഒരു 4 സെറ്റ് ഉണ്ടാവും. ഓരോ സെറ്റ് വെയിറ്റ് കൂട്ടി 15 kg വെച്ചിട്ടേക്കുന്നത്. ടോട്ടൽ 30. ബാറ് കൂട്ടുകയാണെങ്കിൽ 20, പക്ഷെ 50 കൂടെ ചേർത്ത് പറയാം. നമുക്ക് 30 kg. സോ ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു വെച്ചാൽ നമ്മൾ ബെൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഹെഡ് അപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ ലൈൻ സ്ട്രൈറ്റ് ആയിരിക്കും. സോ മാക്സിമം ഹെഡ് കറക്റ്റ് അപ്പ് ചെയ്യാതെ എങ്ങനെയാണോ നമ്മുടെ സ്പൈൻ ഇരിക്കുന്ന ആ ഒരു പാരലായിട്ട് വയ്ക്കുക. അതിന് ബെൻഡ് ഓവർ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈൻ ഇഞ്ചുറി ആവാൻ ചാൻസ് ഭയങ്കര കൂടുതൽ. Okay, final set. Each side 25 each. Total 50 kg. Tailor ആകുമ്പോൾ tailor ആവണ്ടേ. Yes, 1, 2, 8, 9. Okay, next workout. Lat pull down. Normal grip തന്നെ. സെയിം ഫെയിലർ വരെ ചെയ്യാം. 50 reps നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ 8 to 12 അവിടെ ഫെയിലർ ആവുന്ന അതിനനുസരിച്ച്. നമ്മളൊരു 50 kg ഇട്ടേക്കുന്നത്. സോ ചെയ്യാം. 1, 2, 14, 15. ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് പോർഷൻസ് സ്ലോ ആയിട്ട് ഇറക്കണം. തിരിച്ചു വിടുന്ന നെഗറ്റീവ് പോർഷൻ എപ്പോഴും സ്ലോ ആയിട്ട് എടുക്കണം. പിന്നെ തിരിച്ച് ലൈക്ക് നമ്മൾ നെഗറ്റീവ് പോർഷൻ സ്ലോ ആയിട്ട് വിടുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ഈ മാക്സിമം ഉള്ള സ്ട്രെച്ച് സ്ലോ ആയിട്ട് ഫുൾ സ്ട്രെച്ച്, നമ്മുടെ ലാറ്റ്സ് ഫുൾ സ്ട്രെച്ച് ആവും. അതിന് നല്ലപോലെ വിട്ടു കൊടുക്കും. ലൈക്ക് സ്ട്രെച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും എൽബോ. ലാറ്റ് പുൾ ഡൗണിന്റെ അവസാന സെറ്റ് 65 kg ഇടാം. മേ ബി 8 reps തന്നെ കഷ്ടിച്ചായിരിക്കും പോകുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെ ലാറ്റ് പുൾ ഡൗൺ പോകുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. മേ ബി വെയിറ്റ് കുറഞ്ഞുകൊണ്ടായിരിക്കും. കോമ്പറ്റീഷന് ശേഷം വെയിറ്റ് നല്ല ഡ്രോപ്പ് ആയില്ലേ, അല്ല കോമ്പറ്റീഷന് വേണ്ടി വെയിറ്റ് കുറച്ചില്ലേ, അപ്പൊ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി. ഫൈനൽ സെറ്റ് 2, 3, 9. സീറ്റഡ് റോയുടെ സെക്കൻഡ് സെറ്റായി 70 kg ഇട്ടേക്കുന്ന ഫോർത്ത് സെറ്റ്, അതായത് നമ്മുടെ ഫൈനൽ സെറ്റ് സീറ്റഡ് റോയിന്റെ ഒരു ബാക്ക് വർക്കൗട്ടും കൂടെ ഉണ്ട്. 75 kg. 1, 2, 5, 10. നമുക്ക് സിംഗിൾ ഡംബൽ റോ ചെയ്യാം. ലാസ്റ്റ് ബാക്ക് വർക്കൗട്ട് നമ്മുടെ ലാറ്റ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ സെക്കൻഡ് സെറ്റാണ്.
പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 ചെയ്യാം. റോക്ക് ബാറിൽ മാർബിൾ കേൾസ് 2 പൈസ വർക്കൊക്കെ ചെയ്യുന്നത്. ടൈം ഭയങ്കര കുറവാണ്. അത് കിട്ടത്തില്ല, അവിടെ നിന്നേ വരുന്നത്. ഫസ്റ്റ് ഒരു ഫിറ്റ്നസ് വ്ലോഗ് എടുക്കാൻ ഇനിയെങ്കിലും കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് എടുക്കുക. യെസ്. ഇനി നമ്മുടെ ഷോർട്ട് ബാറിലെ ബാർബൽ കേൾസ് ഒരു സെറ്റും കൂടിയും, പിന്നെ ഡംബലിൽ നമുക്ക് ഹാമർ കേൾസ്. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ട് സെഷൻ മൊത്തത്തിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് വർക്കൗട്ട് പമ്പ് നോക്കാം. ഓക്കെ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കുറേ തെറ്റൊക്കെ ഉണ്ട്, കാരണം ഇനിയെങ്കിലും ക്രൗഡ് ഇല്ലാത്ത സമയത്ത് വരണം, അതെൻ്റെ തെറ്റായിരുന്നു. എങ്ങനെയെങ്കിലും എടുത്തു. ഓക്കെ, സോ അടുത്ത വീഡിയോക്ക് കാണുന്നവരെ ബൈ, ടാറ്റാ.